സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാം. നാളെ രാവിലെ 10 മണിക്ക് ഞാൻ ലണ്ടനിലേക്ക് വിമാനത്തിൽ യാത്ര ചെയ്യുകയായിരിക്കും. ഇതെങ്ങനെയാണ് പറയുക? നാളെ ഒരു സമയത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. ടുമാറോ അറ്റ് 10 AM ഐ വിൽ ബി ഫ്ലൈയിങ് ടു ലണ്ടൻ. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ആദ്യം സബ്ജക്റ്റ്, അതിനുശേഷം വിൽ ബി ചേർത്തതിന് ശേഷം ING ഫോം, ഫ്ലൈയിങ്, റീഡിങ്, വാക്കിംഗ്, റൈറ്റിംഗ്, വിൽ ബി റീഡിംഗ്, വിൽ ബി വാക്കിംഗ്, വിൽ ബി പ്ലേയിങ് ഇങ്ങനെയുള്ള ING ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എക്സാമ്പിൾസ്: ടുമാറോ അറ്റ് 10 AM ഐ വിൽ ബി ഫ്ലൈയിങ് ടു ലണ്ടൻ. നാളെ രാവിലെ 10 മണിക്ക് ഞാൻ ലണ്ടനിലേക്ക് വിമാനത്തിൽ യാത്ര ചെയ്യുകയായിരിക്കും. ദേ വിൽ ബി സ്ലീപ്പിംഗ് വെൻ യു എറൈവ്. നിങ്ങൾ എത്തുമ്പോൾ അവർ ഉറങ്ങുകയായിരിക്കും. വി വിൽ ബി സെലിബ്രേറ്റിംഗ് അവർ വിക്ടറി ദിസ് ടൈം ടുമാറോ. നാളെ ഈ സമയത്ത് ഞങ്ങൾ ഞങ്ങളുടെ വിജയം ആഘോഷിക്കുകയായിരിക്കും. ദ കിഡ്സ് വിൽ ബി പ്ലേയിങ് ഇൻ ദ ഗാർഡൻ വെൻ വി ഗെറ്റ് ഹോം. ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ കുട്ടികൾ പൂന്തോട്ടത്തിൽ കളിക്കുകയായിരിക്കും. ഐ വിൽ ബി വെയിറ്റിംഗ് ഫോർ യു അറ്റ് ദ സ്റ്റേഷൻ. ഞാൻ സ്റ്റേഷനിൽ നിന്നെയും കാത്തു നിൽക്കുകയായിരിക്കും. വിൽ ബി ഫ്ലൈയിങ്, വിൽ ബി സ്ലീപ്പിംഗ്, വിൽ ബി പ്ലേയിങ്, വിൽ ബി സെലിബ്രേറ്റിംഗ്, വിൽ ബി വെയിറ്റിംഗ്. ഇപ്പോൾ വിൽ ബി വെച്ചിട്ട് ING ഉപയോഗിക്കാൻ മനസ്സിലായി കാണുമല്ലോ.